ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും റൂബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ റൂബീസ് കിച്ചണിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ ക്രിസ്മസ് എത്താൻ. അപ്പോൾ ക്രിസ്മസിന് വേണ്ടി ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഓവനും ബീറ്ററും മുട്ടയും ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ടിൻ്റെ കേക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക്. സോഫ്റ്റ് ഡ്രൈ ഫ്രൂട്ട്സ് കേക്കിൻ്റെ ആദ്യത്തെ പ്രോസസ്സിലേക്ക് നമുക്ക് പോകാം. അതിനായി ഒരു ബൗളിൽ 1.5 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 350 ഗ്രാം ഡേറ്റ്സ് കട്ട് ചെയ്തത്, ഉണക്കമുന്തിരി 200 ഗ്രാം, വൈറ്റ് ഉണക്കമുന്തിരി 100 ഗ്രാം, ടൂട്ടി ഫ്രൂട്ടി എന്നിവ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് 1 to 2 hours സോക്ക് ചെയ്ത് വയ്ക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഇഷ്ടമുള്ള അളവിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം നല്ല ടേസ്റ്റ് കൂടുതലായിട്ടുണ്ടാകും. ടൂട്ടി ഫ്രൂട്ടി ഞാൻ വീട്ടിൽ തന്നെ ചെയ്തെടുത്തതാണ്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തതായി രണ്ടാമത്തെ പ്രോസസ്സ്, നമുക്ക് കാരമൽ സിറപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു പാത്രത്തിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് അതിലേക്ക് 1 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് കാരമലൈസ് ചെയ്തെടുക്കാം. കളർ ചേഞ്ച് ആയി വരുന്നുണ്ട്. ഇനി നല്ല ഡാർക്ക് ബ്രൗൺ നിറം ആകണം. നല്ല ഡാർക്ക് ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 1 കപ്പ് വെള്ളം അല്പാൽപമായി ഒഴിച്ചു കൊടുത്ത് 1 മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്യാം. അല്പാൽപ്പം ഒഴിക്കാൻ പറഞ്ഞത്, ഇല്ലെങ്കിൽ കയ്യിൽ തെറിച്ച് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മുടെ കാരമൽ സിറപ്പ് തയ്യാറായി കഴിഞ്ഞു. അടുത്തതായി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിനായി ഒരു പാത്രമെടുത്ത് അതിലേക്ക് 3/4 കപ്പ് പാലും 1/2 കപ്പ് റിഫൈൻഡ് ഓയിലും ചേർത്ത് വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിനുശേഷം 1 കപ്പ് മൈദ മാവ് അല്പാൽപ്പം ഇതിലേക്ക് അരച്ചിട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കറുകാപ്പട്ട പൊടിച്ചതും 1 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ സോഡാപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് അരിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് കാരമൽ സിറപ്പ് അല്പാൽപ്പം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൂടെ തന്നെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഏകദേശം 2 അവർ ആയിട്ടുണ്ട്. ഇനി ഡ്രൈ ഫ്രൂട്ട്സിനെ ഇതിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കാഷ്യൂ നട്ട് കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിനോടൊപ്പം കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി ആഡ് ചെയ്യുകയാണ്. ബാറ്ററെല്ലാം അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ബേക്ക് ചെയ്യാനുള്ള പാത്രം നന്നായിട്ട് ബട്ടർ തടവിയതിന് ശേഷം അതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ പുറത്ത് കുറച്ച് നട്ട്സൊക്കെ വെച്ച് നമുക്ക് അലങ്കരിക്കാം. ലി 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് ഒരു 30 to 45 മിനിറ്റ് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 30 മിനിറ്റ്സ് ആയിട്ടുണ്ട്. മൂടി നമുക്ക് തുറന്നു നോക്കാം. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട്. ഞാനൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളെ കേക്ക് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. തണുത്ത ശേഷം മുറിച്ചെടുക്കാം. 2 ദിവസം കഴിഞ്ഞ് എടുക്കുന്നതാണ് നല്ലത്. കേക്ക് ഇരിക്കും തോറുമാണ് അതിന് ടേസ്റ്റ് കൂടുതൽ വരിക. നമ്മുടെ 2 ദിവസം കഴിഞ്ഞാണ് ഞാനിത് മുറിച്ചെടുത്തത്. അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് കേക്ക് റെഡിയായി കഴിഞ്ഞു. നല്ല സോഫ്റ്റുമാണ്, ടേസ്റ്റുമാണ്. എല്ലാ പേർക്കും ഇഷ്ടമാകുന്ന ഒരു ഡ്രൈ ഫ്രൂട്ട്സ് കേക്കാണിത്. മുട്ട ചേർക്കാത്തതിനാൽ വെജിറ്റേറിയൻസിനും ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നിങ്ങളും ഈ ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം. കൂടെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.